ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആയിട്ടിരിക്കുന്ന ഭാഗത്തെ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മോഷനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസ് ബി, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന ഭാഗത്തെ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മോഷനെ കുറിച്ചാണ്. ഇത് ബോർഡ് എക്സാമിനുണ്ട്. ഇതിന് മുന്നേ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആയിട്ടിരിക്കുന്ന ഭാഗത്തുള്ള മോഷനെ കുറിച്ച് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പഠിക്കേണ്ട. അത് ഓൺലി ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഇത് ബോർഡ് എക്സാമിനും ചോദിക്കും, എൻട്രൻസ് എക്സാമിനും ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ. ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു റീജിയനിലെ ചാർജ്ഡ് പാർട്ടിക്കിളുടെ മോഷൻ. ഇവിടെ നമുക്ക് രണ്ട് അപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അത് ഇപ്പൊ സപ്പോസ് അതിൽ ഒന്നാമത്തെ എന്താന്ന് വെച്ചാല്, സപ്പോസ് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എനർജിയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ വേണം. ഒരു പർട്ടിക്കുലർ എനർജി എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ വരുന്ന പാർട്ടിക്കിൾ. ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ളതിന് ഒരു പർട്ടിക്കുലർ കൈൻഡ് എനർജി ഉണ്ടാകും അല്ലെ? അങ്ങനെ പർട്ടിക്കുലർ എനർജി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ വേണം. അങ്ങനെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ നിങ്ങൾക്ക് ഒരു സോഴ്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് നമ്മൾ ആദ്യം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു സോഴ്സ് ആണ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ നമുക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ കുറിച്ച് നിങ്ങൾ ചെറുതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂക്ലിയർ എന്ന ചാപ്റ്ററിൽ ഇങ്ങനെ പഠിക്കും. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്ന് ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ് അങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ന്യൂക്ലിയർ എന്ന ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലുള്ള പർട്ടിക്കുലർ എനർജിയുള്ള പാർട്ടിക്കിൾസിനെ വേണം. അപ്പോ സപ്പോസ് ഇതിൽ നിന്ന് കുറെ ബീറ്റ പാർട്ടിക്കിൾസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മില്യൺസ് ഓഫ് ബീറ്റ പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതിൽ ഓരോ പാർട്ടിക്കിളും ഓരോ വെലോസിറ്റി ആയിരിക്കും, ഓരോ എനർജി ആയിരിക്കും. ഓക്കെ, അതിൽ നമുക്ക് വേണ്ടത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ്. ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഒരു പർട്ടിക്കുലർ എനർജിയിലുള്ള. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാ നോക്കിയാലോ, സപ്പോസ് ഇവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ഉണ്ട് ഇവിടെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ഉണ്ട്. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജുള്ള ഭാഗത്തോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇതായിരിക്കും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഭാഗത്ത് ഞാൻ മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യണം. മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് ദിസ് പ്ലെയിൻ ആണ്. ടുവേർഡ്സ് ദ പ്ലെയിൻ. ഓക്കെ, ടുവേർഡ്സ് ദി പ്ലെയിൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടുവേർഡ്സ് ദ പ്ലെയിൻ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് നോക്കി. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ടുവേർഡ്സ് എന്ന് കാണിക്കാൻ നമ്മൾ ഇങ്ങനെ ക്രോസ് ആണ് കാണിക്കുക. ടുവേർഡ്സ് ദ പ്ലെയിൻ, ടുവേർഡ്സ് ദ പ്ലെയിൻ, ടുവേർഡ്സ് ദ പ്ലെയിൻ. ഇങ്ങനെ കാണിച്ചാൽ എന്താ അർത്ഥം? ഔട്ട് ഓഫ് ദി പ്ലെയിൻ, ഔട്ട്വേർഡ്സ്. ഇവിടുന്ന് പുറത്തോട്ട് വരുന്നത് ട്രെയിനിന്റെ ബാക്കിലോ കണ്ടോ? ട്രെയിനിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ക്രോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്താ? The train is going away from the observer. നിങ്ങൾ ഒരു ഒബ്സർവർ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ട്രെയിൻ അകലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അതാണ് ബാക്കിൽ ക്രോസ് കാണിക്കുന്നത്. ഇത് ഔട്ട്വേർഡ്സ് ഇങ്ങനെ. ഇത് ശരിക്കും ആരോ ഉണ്ടല്ലോ, ആരോ, അമ്പും വലിയൊരു അമ്പ്. അതിങ്ങനെ അമ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ആരോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന്റെ ബാക്കിൽ ഏകദേശം ഇങ്ങനെ ക്രോസ് ആയിട്ട് കാണാം. അത് നിങ്ങളുടെ നേരെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് മാത്രം കാണാൻ പറ്റും. അത് വെച്ചിട്ടുണ്ടാകുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക. സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് ദ പ്ലെയിൻ. ഇനി ഇവിടെയാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ. ചാർജ് മാസ് എം, ചാർജ് ക്യൂ. ഈ പാർട്ടിക്കിൾ ഇപ്പോ ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം, ബി ഇന്റൻസിറ്റിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണുള്ളത്. ഇതിങ്ങനെയാണ് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഈ പാർട്ടിക്കിൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിലോട്ട്, ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്, ഇലക്ട്രിക് ഫീൽഡിനും ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം.
ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഇതിങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് പ്ലേറ്റിലോട്ട് ഇത് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ ഇത് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് പ്ലേറ്റ് ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഈ നെഗറ്റീവ് പ്ലേറ്റ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഭാഗത്ത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും അല്ലെ, ഇതിന്റെ ഭാഗത്ത് ഇങ്ങനെ ആയിരിക്കും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതല്ല ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിലോ ഇത് ഇങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക, ഇത് ഇങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇപ്പൊ നോക്കാം. അപ്പൊ ഇത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ വെലോസിറ്റിന്റെ ഡയറക്ഷനിൽ വെച്ചാൽ തമ്പ് നിൽക്കുന്ന ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. 4 finger in the direction of magnetic field, middle finger in the direction of velocity, then thumb gives the direction of force. So 4 finger ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ വെച്ചു, അത് അകത്തോട്ടാണ്, അതുകൊണ്ട് 4 finger ഞാൻ അകത്തോട്ട് വെച്ചു. വെലോസിറ്റി എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് അല്ലെ. സോ ഫീൽഡ് അങ്ങോട്ട്, വെലോസിറ്റി ഇങ്ങോട്ടായതുകൊണ്ട് മിഡിൽ ഫിംഗർ അങ്ങോട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ തമ്പ് നിൽക്കുന്ന എങ്ങോട്ടാ? മുകളിലോട്ട്. അതിന്റെ അർത്ഥം എന്താ? ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. സോ ഇതിന്റെ മുകളിൽ ഇവിടുന്ന് മുകളിലോട്ട് ഏത് ഫോഴ്സ് ഉണ്ടാകും? മുകളിലോട്ട് ഏത് ഫോഴ്സ് ഉണ്ടാകും? ഇത് ഇവിടുന്ന് മുകളിലോട്ട് QVB എന്ന മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് QVB എന്ന് പറയാൻ കാരണം? അത് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. മാക്സിമം ഫോഴ്സ് QVB ആണ്. ഇത് ഇവിടുന്ന് താഴോട്ട് ഏത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും? ഓക്കെ, ഞാൻ എന്തായാലും മാഗ്നറ്റിക് ഫോഴ്സ് മാത്രം എഴുതാം, നമുക്ക് അതിന്റെ ഇക്വേഷൻസ് എഴുതുന്ന സമയത്ത് അങ്ങനെ എഴുതിയാൽ മതി. സോ എന്തായാലും മാഗ്നറ്റിക് ഫോഴ്സ് ഇത് മുകളിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫോഴ്സ് മുകളിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് താഴോട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫോഴ്സ് താഴോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ കൂടുതലാണ് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് വിചാരിക്കാം. മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ കൂടുതലാണ് ഇലക്ട്രിക് ഫോഴ്സ് എങ്കിൽ, ഇലക്ട്രിക് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഇലക്ട്രിക് ഫോഴ്സ് ഉള്ള ഭാഗത്തോട്ടായിരിക്കും അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അത് ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക എന്നർത്ഥം അല്ലെ. കാരണം എന്താണ്? ഇങ്ങനെ പോകും. എപ്പോ? ഇഫ് ഇലക്ട്രിക് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. അതല്ല മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രിക് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിലോ, മാഗ്നറ്റിക് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാ? അങ്ങോട്ട്. അപ്പൊ അങ്ങോട്ടായിരിക്കും അതിന് കൂടുതൽ ഡീവിയേഷൻ. അപ്പൊ അതിന്റെ ഭാഗത്ത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ഇങ്ങനെ അല്ലെ. മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രിക് ഫോഴ്സ്, അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ് ഡയറക്ഷൻ ഡീവിയേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് when magnetic force greater than electric force. magnetic force greater than electric force ആണെങ്കിൽ ഇത് നോക്കുക. ഇനി നമുക്ക് അറിയേണ്ടത് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നോക്കി, ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? യെസ്, അതൊരു സ്ട്രൈറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. രണ്ട് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് QE ഈക്വൽ ടു QVB. Q cancel. So V equal to E by V. നിങ്ങൾക്ക് വേണ്ടത് ഒരു V0 വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിൾസിനെ ആണെങ്കിൽ ഞാൻ അതിന് V0 എന്ന് കൊടുത്തു. V0 ഈക്വൽ ടു E by V. ഞാൻ എന്താ പറഞ്ഞത്? എന്താണ്? ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്ന് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്ന് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ചാർജിലുള്ള പാർട്ടിക്കിൾസ് വരുന്നുണ്ട്, പല വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ വേണം. അപ്പൊ ആ വെലോസിറ്റി കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സപ്പോസ് നിങ്ങൾക്ക് 100 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ വേണമെന്ന് വിചാരിക്കാം. 100 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ വേണം. നിങ്ങളുടെ ഇലക്ട്രിക് ഫീൽഡ് 1000 ആണ്. നിങ്ങളുടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 1000 യൂണിറ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് എത്ര യൂണിറ്റ് ആവണം? 10 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വെലോസിറ്റിയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഈ ഫീൽഡിലൂടെ ഈ ഫീൽഡിൽ ഡീവിയേറ്റ് ചെയ്യാതെ സ്ട്രൈറ്റ് ലൈനിൽ വരുന്ന നിങ്ങളുടെ സോഴ്സ് എവിടെ വെച്ചാൽ നിങ്ങൾക്ക് എവിടേക്കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എവിടേക്കാണോ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്,
ആ സോഴ്സ് ഒരു ടാർഗറ്റ്, ആ ടാർഗറ്റ് നിങ്ങൾ ഇവിടെ വെച്ചാൽ മതി. ആ ടാർഗറ്റിൽ വന്നിട്ട് എന്ത് ചെയ്തോളും, ഈ പാർട്ടിക്കിൾസ്, ഈ വെലോസിറ്റിയിൽ വരുന്ന പാർട്ടിക്കിൾസ് അതിനെ ഹിറ്റ് ചെയ്തോളും. കാരണം ഇവിടെ ഈ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി എന്ത് മാത്രമായിരിക്കും, 100 മാത്രമായിരിക്കും. ബാക്കി ഒരു പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നില്ല, ഈ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, കാരണം ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയാ അവിടെ ഉള്ളത്. മനസ്സിലാവുന്നല്ലോ പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിസൈഡ് വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫ്രം ബൈ യൂസിങ് എ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ ഡിസൈഡ് വെലോസിറ്റിയിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന വെലോസിറ്റിയുള്ള ഒരു പാർട്ടിക്കിളിനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി സെലക്ടർ അല്ലെങ്കിൽ വെലോസിറ്റി ഫിൽറ്റർ എന്നും പറയും. വെലോസിറ്റി സെലക്ടർ ഓർ വെലോസിറ്റി ഫിൽറ്റർ. Okay, so this is a system used to select particles of desired velocity. Velocity selector എന്ന് പറഞ്ഞാൽ the system used to select particles of desired velocity. അപ്പോൾ നിങ്ങൾ വെലോസിറ്റി സെലക്ടർ എന്ന് ഹെഡിങ് എഴുതിയിട്ട് അതിന് താഴെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്, അതിന് താഴെ നിങ്ങൾ എഴുതണം this is a system used to select particles of desired velocity using a crossed electric and magnetic field. Magnetic field greater than electric field ആണെങ്കിൽ അതിന്റെ പാത്ത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, പോസിറ്റീവ് പരാബോള എന്ന് പറയാൻ പറ്റും. പോസിറ്റീവ് പരാബോള അല്ലേ, ഇങ്ങനെയല്ലേ വരുന്നത്. അതല്ല ഇലക്ട്രിക് ഫീൽഡ് ഗ്രേറ്റർ ദാൻ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതിന്റെ പാത്ത് എങ്ങനെയാണെന്ന് നമ്മൾ പറയാം, നെഗറ്റീവ് പരാബോള. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് എഴുതി വെക്കുക. ആദ്യം നിങ്ങൾ വെലോസിറ്റി സെലക്ടർ എന്ന് എഴുതിയതിനു ശേഷം ആദ്യം ഞാൻ പറഞ്ഞ കാര്യം എഴുതി വെക്കുക. ഇറ്റ് ഈസ് എ സിസ്റ്റം യൂസ്ഡ് ടു സെലക്ട് പാർട്ടിക്കിൾസ് ഓഫ് ഡിസൈർഡ് വെലോസിറ്റി ബൈ യൂസിങ് എ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്നിട്ട് ഈ സംഭവങ്ങൾ എഴുതി വെച്ചാൽ തന്നെ ധാരാളമാണ്. ഓക്കെ, ഇതെന്താണ് നമ്മുടെ റേഡിയോ ആക്റ്റീവ് സോഴ്സ്. ഇത് നിങ്ങൾ വരക്കണമെന്നില്ല, അത് ഞാൻ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് മാത്രം ഇവിടെ കാണിച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഡിഫക്റ്റും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. എന്തായിരിക്കും ഡിഫക്റ്റ്? സപ്പോസ് നിങ്ങൾക്ക് വേണ്ടത് ന്യൂട്രോൺസ് ആണ് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റിന് ഒരു പെർട്ടിക്കുലർ എനർജിയുള്ള കുറച്ച് ന്യൂട്രോൺസിനെ വേണം. നിങ്ങൾക്ക് ഈ സംഭവം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ന്യൂട്രോൺ ഇങ്ങനെ വന്നാൽ അതിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും. അതിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഡിസൈഡ് വെലോസിറ്റിയുള്ള ഈ ന്യൂട്രോൺസിനെ ഇങ്ങനെ നമ്മുടെ ടാർഗറ്റിലോട്ട് എത്തിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ അൺചാർജ്ഡ് പാർട്ടിക്കിൾസ് ലൈക്ക് ന്യൂട്രോൺസ് cannot be selected using this method. Okay, uncharged particles like neutrons cannot be selected using this method. ആ ഒരു ഡിഫക്റ്റും കൂടെ ഇതിന്റെ കൂടെ നിങ്ങൾ ചേർത്ത് എഴുതി വെക്കുക. ഓക്കെ, അൺചാർജ്ഡ് പാർട്ടിക്കിൾസ് ലൈക്ക് ന്യൂട്രോൺസ് cannot be selected using this method. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള മറ്റൊരു ഡിവൈസിനെ കുറിച്ചാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന റീജിയനിൽ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് സൈക്ലോട്രോൺ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സൈക്ലോട്രോൺ ഫോർ ബോത്ത് എൻട്രൻസ് എക്സാമിനേഷൻസ് ആൻഡ് ബോർഡ് എക്സാമിനേഷൻ. രണ്ടിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സൈക്ലോട്രോൺ. നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞത് വെലോസിറ്റി സെലക്ടർ ആയിരുന്നു. അതുപോലുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് സൈക്ലോട്രോൺ. എന്താ സൈക്ലോട്രോൺ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ടു എ വെരി ഹൈ എനർജി. വളരെ ഉയർന്ന വെലോസിറ്റിയിലോട്ട് സ്പീഡിലോട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാൻ, ആ വെലോസിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സൈക്ലോട്രോൺ. അത് വർക്ക് ചെയ്യുന്നത് രണ്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി വെച്ചാൽ മതി. ഇതിന്റെ കൂടെ അതിൽ ഒന്ന്, നിങ്ങൾ ജസ്റ്റ് ആദ്യം ഈ സൈക്ലോട്രോണിന്റെ എന്താണ് സൈക്ലോട്രോൺ എന്നുള്ള ഈ സംഭവം എഴുതി വെക്കുക. അതിന്റെ താഴെ പ്രിൻസിപ്പിൾസ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത്, ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന സമയത്ത് ആ ഇലക്ട്രിക് ഫീൽഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യും. ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ സ്പീഡ് കൂടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി സ്പീഡ് കൂട്ടാൻ ഇലക്ട്രിക് ഫീൽഡിനെ കൊണ്ട് സാധിക്കും. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിനെ കൊണ്ട് സ്പീഡ് കൂട്ടാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് പറഞ്ഞ സ്ഥലത്ത് വെച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും.
മാഗ്നറ്റിക് ഫോഴ്സ് കാരണം ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ സ്പീഡ് കൂടൂല, വെലോസിറ്റിന്റെ ഡയറക്ഷന് മാറ്റം സംഭവിക്കും. സ്പീഡ് എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. സ്പീഡ് കൂട്ടാൻ ഇവിടെ ആരുണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ട പോയിന്റ് ഇതാണ്, an electric field can accelerate a charged particle. ഫസ്റ്റ് പോയിന്റ്, an electric field can accelerate a charged particle. സെക്കൻഡ് പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് ഇലക്ട്രിക് ഫീൽഡ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ആക്സിലറേറ്റ്സ്. ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ്സ്. സെക്കൻഡ് പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിളിന് എന്താ സംഭവിക്കുക, അത് പെർപെൻഡിക്കുലർ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എൻറ്റർ ചെയ്താൽ ആ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നുവെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ സർക്കുലർ പാത്തിലായിരിക്കും മൂവ് ചെയ്യിക്കുന്നുണ്ടാവുക. അപ്പൊ അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. A perpendicular magnetic field gives a charged particle a circular path. അതാണ് സെക്കൻഡ് പോയിന്റ്, സെക്കൻഡ് പ്രിൻസിപ്പിൾ. A perpendicular magnetic field gives a charged particle a circular path. So a perpendicular magnetic field charged particle circular path ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ ഈ രണ്ട് പ്രിൻസിപ്പിളും ഫോളോ ചെയ്യുന്ന ഡിവൈസ് ആണ് സൈക്ലോട്രോൺ. ഇനി നോക്കുക അതിന്റെ യൂസസ്. അത് ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഒന്ന്, ടു സ്റ്റഡി ന്യൂക്ലിയർ റിയാക്ഷൻസ്, ടു ഇൻസേർട്ട് an ion into a solid, to start a radioactive disintegration or radioactive decay. Radioactive decay ഒക്കെ നമ്മൾ ന്യൂക്ലിയർ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. ഒന്ന്, ന്യൂക്ലിയർ റിയാക്ഷൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക. ഇൻസേർട്ട് ആൻ അയോൺ ഇൻ ടു എ സോളിഡ്. ഒരു സോളിഡിലോട്ട് ഒരു അയോൺ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഹൈ എനർജി അയോൺ ആയിരിക്കണം. അങ്ങനെയുള്ള ഹൈ എനർജി അയോൺസ് സൈക്ലോട്രോൺ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സോളിഡിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ആൻഡ് തേർഡ് പോയിന്റ്, തേർഡ് യൂസ്, to start a radioactive disintegration. ഒരു radioactive disintegration, radioactive decay സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം, സൈക്ലോട്രോൺ ഉപയോഗിക്കാം. സോ നിങ്ങൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷനിലോട്ടാണ് പോകുന്നത്. എങ്ങനെയാണ് ഒരു സൈക്ലോട്രോൺ ഡിവൈസിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്തൊക്കെയാണ്, അതുപോലെ അതിന്റെ വർക്കിംഗ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഇതാണ് ഒരു സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഒരു സൈക്ലോട്രോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൈക്ലോട്രോണിന്റെ കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്. രണ്ട് സെമി സർക്കുലർ മെറ്റാലിക് ചേംബേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് രണ്ട് സെമി സർക്കുലർ മെറ്റാലിക് ചേംബറുകളാണ്, രണ്ട് അറകൾ. ഷേപ്പ് സെമി സർക്കുലർ ആണ്, അതിനകത്തൊരു ഹോളോ സ്പേസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ D1 ആൻഡ് D2 റെപ്രസെന്റ് ചെയ്യുന്നതിനെന്ന് വെച്ചാൽ D1 ആൻഡ് D2 എന്താണത്, ടു സെമി സർക്കുലർ, ഡി ഷേപ്പിലല്ലേ അതുള്ളത്, ടു സെമി സർക്കുലർ മെറ്റാലിക് ചേംബേഴ്സ്. ഹോളോ ആണ് കേട്ടോ, ടു സർക്കുലർ ഹോളോ മെറ്റാലിക് ചേംബേഴ്സ്, ഹോളോ ആണ്. അതാണ് D1 ഉം D2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ D1 ഉം D2 ഒരു AC സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഒരു AC വോൾട്ടേജ്. ഇതെന്താന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് സോഴ്സ് ആണ്. ഹൈ വോൾട്ടേജ് സോഴ്സ് എന്ന് വെച്ചാൽ തൗസൻഡ്സ് ഓഫ് വോൾട്ട് ആയിരിക്കും നമ്മൾ അവിടെ സപ്ലൈ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, 1000 വോൾട്ട് 10,000 വോൾട്ട് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ഹൈ വോൾട്ടേജ് സപ്ലൈ. ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ ഫ്രീക്വൻസി, വളരെ ഉയർന്ന വോൾട്ടേജ്, വളരെ ഉയർന്ന ഫ്രീക്വൻസി ഉള്ള എസിയെ കുറിച്ച് നമ്മൾ, ഓൾട്ടർനേറ്റിംഗ് കറന്റിനെ കുറിച്ച് നമ്മൾ 7th ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. 7th ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു ഹൈ വോൾട്ടേജ് ഹൈ ഫ്രീക്വൻസി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും AC വോൾട്ടേജിനെ കുറിച്ച് 10th ക്ലാസ്സിൽ പഠിച്ച സമയത്ത്. ഹൈ ഫ്രീക്വൻസി, ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു സോഴ്സ് ആണ്. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു 1 lakh to 10 lakh ഹെർട്സ് ഫ്രീക്വൻസി ഒക്കെ വരുന്ന രൂപത്തിൽ, അങ്ങനെ ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് ഉള്ള ഒരു സപ്ലൈ. ഇതിനെ നമ്മൾ ഓസിലേറ്റർ എന്ന് വിളിക്കുക. ഇങ്ങനെയുള്ള ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ ഫ്രീക്വൻസി സപ്ലൈയെ നമ്മൾ ഓസിലേറ്റർ എന്ന് വിളിക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേറ്റർ. അങ്ങനെയുള്ള ഒരു ഓസിലേറ്റർ ആണ് നമ്മളിവിടെ സോഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്കറിയാം, AC ആകുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ ഇങ്ങനെ, വോൾട്ടേജ് ഇങ്ങനെ, ഡയറക്ഷൻ, പൊളാരിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിലേക്ക് ഞാൻ വരാം. ഈ S എന്ന് കാണിച്ചിട്ടുള്ളത് സോഴ്സ് ആണ്. സോഴ്സ് എന്തിന്റെ സോഴ്സ്? അയോൺസിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ അഥവാ അയോൺസിനെ. ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അയോൺസ് എന്ന് പറയാം. ഓക്കെ, സോഴ്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. S എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഴ്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ.
എസ് സോഴ്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. സോഴ്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ അതാണ് എസ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഈ റീജിയനിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇതിനകത്തോട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ടുവേർഡ്സ് ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ നോക്കാം, ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ടുവേർഡ്സ് ദ പ്ലെയിൻ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടുവേർഡ്സ് ദ പ്ലെയിൻ ഓഫ് ദി സൈക്ലോട്രോൺ. ഈ സൈക്ലോട്രോണിന്റെ പ്ലെയിനകത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഇന്റൻസിറ്റി ഈസ് ബി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിളിനെ സോഴ്സിൽ നിന്ന് ചാർജ്ഡ് പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യണം. സപ്പോസ് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ സോഴ്സ് വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്ത സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലി D1ന്റെ ചാർജ്, D1ന്റെ പൊളാരിറ്റി പോസിറ്റീവും D2 നെഗറ്റീവും ആണ് എന്ന് വിചാരിക്കുക. D1 പോസിറ്റീവ് ആണ്, D2 നെഗറ്റീവ് ആണ്. ഞാൻ ഈ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് അയോൺ ആണ്. ആ പോസിറ്റീവ് അയോണിനെ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്താൽ അത് എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? സോഴ്സിൽ ജസ്റ്റ് ഒരു അയോൺ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത അയോണ് എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? അത് പോസിറ്റീവ് അയോൺ ആയതുകൊണ്ട് ക്യൂ ചാർജ് ഉള്ള എം മാസ് ഉള്ള ഒരു അയോണ് നമ്മൾ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് നെഗറ്റീവ് ചേംബർ, നെഗറ്റീവ് ഡി, ഐ മീൻ D2. നോക്കെ, ഈ D1നെയും D2നെയും നമ്മൾ ഡീസ് എന്ന് വിളിക്കൂട്ടോ. ഡീസ്, D1നും D2നും പറയുന്ന പേരാണ് ഡീസ്. ഓക്കെ, അപ്പൊ ഏത് ഡിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? D2യിലോട്ടാ പോകുക. കാരണം എന്താ? D2യുടെ ചാർജ് ഇപ്പോൾ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ മനസ്സിലാക്കുക, ഈ സോഴ്സിൽ നിന്ന് ആ പോസിറ്റീവ് അയോൺ റിലീസ് ചെയ്ത സമയത്ത് അത് നേരെ എങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു? അത് നേരെ ഈ D2യിലോട്ട് ആക്സിലറേറ്റ് ചെയ്തു. ആ D2യിലോട്ട് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ D2വിനകത്തോട്ട് അത് കയറി. D2 എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ, ഒരു ക്യാവിറ്റിയാണ്, ഒരു ഹോളോ ചേംബറാണ്. അതിനകത്തോട്ട് ഇത് ആക്സിലറേറ്റ് ചെയ്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സീറോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻസൈഡ് എ ക്യാവിറ്റി ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിച്ചു ഓർക്കണം. ഇൻസൈഡ് എ ക്യാവിറ്റി ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. ഇനി നിങ്ങൾ ഇതിന്റെ വർക്കിംഗ് നിങ്ങൾ ഇപ്പോൾ എഴുതണ്ട. ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ കൂടെ ഇങ്ങനെ നോട്ട് ചെയ്ത് പോയാൽ മതി. അത് ഞാൻ സമയം തരാം. ഈ കൺസ്ട്രക്ഷന് ഞാനിപ്പോ ഇത് വർക്കിംഗ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് വരക്കാനും വേണ്ടിയിട്ട് കൺസ്ട്രക്ഷനും അതിന്റെ സ്കൈഡിലെ കാര്യങ്ങളൊക്കെ എഴുതാനുള്ള സമയം തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്കിംഗ് ഞാൻ ഇവിടെ എഴുതി കാണിക്കും. അത് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ, സോ നോക്കുക. സോ ഈ പോസിറ്റീവ് അയോണ് D2യിലോട്ട് ആക്സിലറേറ്റ് ചെയ്തു. അത് D2വിനകത്തോട്ട് എൻറ്റർ ചെയ്തു. ഇൻസൈഡ് D2 ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സീറോ ആണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് സീറോ എന്ന് വെച്ചാൽ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് അത് ആക്സിലറേറ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. പക്ഷെ ഇതിന് ഈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാ. ഈ ഡയറക്ഷനിൽ ചാർജ്ഡ് പാർട്ടിക്കിളിന് വെലോസിറ്റി ഉണ്ട്. ഈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റിയുടെ പെർപെൻഡിക്കുലർ ആണ്. ആ പെർപെൻഡിക്കുലർ വെലോസിറ്റി കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ D2യിലോട്ട് എൻറ്റർ ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിളിനെ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യിപ്പിക്കും. അതിന് കാരണമായ ഫോഴ്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഏത് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക? ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ 4 ഫിംഗർ, വെലോസിറ്റിന്റെ ഡയറക്ഷനിൽ മിഡിൽ ഫിംഗർ, തമ്പ് നിൽക്കുന്ന ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈ അകത്തോട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഡയറക്ഷനിൽ ഞാൻ 4 ഫിംഗർ വെച്ചു. വെലോസിറ്റി ഇങ്ങോട്ടാണുള്ളത്. അപ്പൊ ആ ഡയറക്ഷനിൽ മിഡിൽ ഫിംഗർ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ തമ്പ് എങ്ങോട്ടാണ് നിൽക്കുന്നത്? മുകളിലോട്ടാണ്. ദാറ്റ് മീൻസ് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മുകളിലോട്ടായിരിക്കും. മുകളിലോട്ടുള്ള ആ ഫോഴ്സ് കാരണം ഇതിന്റെ പാത്ത് ഇങ്ങനെ വരും. ഇതിങ്ങനെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മുകളിലോട്ടായി. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മുകളിലോട്ടാവുമ്പോ മിഡിൽ ഫിംഗർ ഞാൻ മുകളിലോട്ട് വെച്ചു. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാ വരുന്നത്? അകത്തോട്ടാ. അപ്പൊ അതിന്റെ പാത്ത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് തരും അല്ലെ. ഇങ്ങനെയുള്ള വെലോസിറ്റി കാരണം മുകളിലോട്ട് ഫോഴ്സ് വന്നു. അപ്പൊ അതിന്റെ പാത്ത് മുകളിലോട്ട് ഡീവിയേറ്റ് ചെയ്തു. മുകളിലോട്ട് ഡീവിയേറ്റ് ചെയ്ത ഉടനെ അതിന്റെ വെലോസിറ്റി മുകളിലോട്ടായി. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടായിരുന്നു? ഇങ്ങോട്ടായിരുന്നു അല്ലെ. ഫീൽഡ് അകത്തോട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫോഴ്സ് മുകളിലോട്ടാ. അപ്പൊ അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്തു. വെലോസിറ്റി മുകളിലോട്ടായി. വെലോസിറ്റി മുകളിലോട്ട് ഞാൻ വെച്ചു. അപ്പൊ ഫോഴ്സ് ഇങ്ങോട്ടായി. അപ്പൊ അത് വീണ്ടും പാത്ത് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് എൻറ്റർ ചെയ്തിട്ട് ഇതേ നോക്കി
ഇതിന്റെ പാത്ത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും അല്ലെ. ഇങ്ങനെ പാത്ത് ഡീവിയേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സർക്കുലർ പാത്തിലോട്ട് അത് മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ D2-ൽ നിന്നത് പുറത്തിറങ്ങണം. D2-ൽ നിന്നത് പുറത്തിറങ്ങണം. D2-ൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇതിനൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിന്റെ പൊളാരിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ D2-ൽ നിന്ന് അയോൺ പുറത്തേക്ക് ചാടുന്ന ആ ഇൻസ്റ്റന്റിൽ ഈ പൊളാരിറ്റി മാറണം. ഇവിടെ നെഗറ്റീവ് ആകണം, ഇവിടെ പോസിറ്റീവ് ആകണം. ശരി, ശ്രദ്ധിക്കണം. D2-ൽ നിന്ന് അയോൺ പുറത്തേക്ക് ചാടുന്ന സമയത്ത് ഈ D1 നെഗറ്റീവ് ആകണം, D2 പോസിറ്റീവ് ആകണം. അപ്പൊ എന്താ സംഭവിക്കുക? D1 നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ അയോൺ പുറത്ത് ചാടുമ്പോൾ ഈ അയോൺ പോസിറ്റീവ് അയോൺ ആണ്. then ഈ D1 നെഗറ്റീവ് ആണെങ്കിൽ this positive ion will be accelerated towards D1. അത് D1-ലോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നു, ആക്സിലറേറ്റ് ചെയ്യുന്നു. ആക്സിലറേറ്റ് ചെയ്യുന്ന വെച്ചാൽ വെലോസിറ്റി കൂടി നടത്താം. അപ്പൊ വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ കൂടിയ വെലോസിറ്റി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ സ്പീഡും സെയിം ആണ്. ഇവിടുത്തെ സ്പീഡും സെയിം ആണ്. ബിക്കോസ് there is no acceleration, there is no increase in speed for the charged particle inside D2. D2-നകത്ത് സ്പീഡിൽ ഇൻക്രീസ് ഒന്നുമില്ല. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. പക്ഷെ ഇത് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാ? ഇവിടെ നെഗറ്റീവ് ചാർജ് വരുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജിലോട്ട് ഇത് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിനായിരിക്കാം. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇവിടുത്തെ സ്പീഡിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടുത്തെ സ്പീഡ്. കാരണം ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ D2-ൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്പീഡിനേക്കാൾ കൂടുതലായിരിക്കും D1-ലോട്ട് എൻറ്റർ ചെയ്യുന്ന സ്പീഡ്. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ഈ ക്യാവിറ്റിയിലോട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായി? 0 ആയി. പക്ഷെ ഏത് ഫീൽഡ് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കിയേ. വെലോസിറ്റി ഇങ്ങോട്ടാ, ഫീൽഡ് അകത്തോട്ടാ. ഓക്കെ, വെലോസിറ്റി ഇങ്ങോട്ടാ. ഫീൽഡ് അകത്തോട്ടാണ്, വെലോസിറ്റി അങ്ങോട്ടാണ്. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടുണ്ടാവുക? താഴോട്ട്. അപ്പൊ അതിന്റെ പാത്ത് വീണ്ടും ഡീവിയേറ്റ് ചെയ്യുന്നു. നേരത്തെ സംഭവിച്ചതുപോലെ വീണ്ടും അത് സർക്കുലർ മോഷൻ ഇവിടെ നടത്തുന്നു. ആ സർക്കുലർ മോഷൻ കഴിഞ്ഞിട്ട് D1-ൽ നിന്ന് പുറത്തിറങ്ങണം. ഈ D1-ൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? D2 നെഗറ്റീവ് ആകും, D1 പോസിറ്റീവ് ആകും. വീണ്ടും പൊളാരിറ്റി മാറണം. ആ രൂപത്തിലാണ് ഞാൻ ഈ AC സോഴ്സിന്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ Dയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഈ പൊളാരിറ്റി ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത്തരത്തിലാണ് ഞാൻ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇവിടുന്ന് പുറത്തിറങ്ങി. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ റേഡിയസ് കൂട്ടി വരച്ചത്? ഇതെന്തിനാ ഞാൻ റേഡിയസ് കൂട്ടി വരച്ചത്? റേഡിയസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം മക്കളെ. R is equal to mv/qb ആണ്. mv/qb മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ സർക്കുലർ പാത്തിന്റെ റേഡിയസ് R is equal to mv/qb ആണ്. അതിൽ v എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും റേഡിയസ് ഉണ്ടാവുക. v കൂടുതലാണെങ്കിൽ റേഡിയസ് കൂടുതലായിരിക്കും. ഇവിടുന്ന് പുറത്തിറങ്ങുന്നതിനേക്കാൾ കൂടുതൽ വെലോസിറ്റി ആണ് ഇങ്ങോട്ട് കയറുന്നത്. അപ്പൊ ഇവിടുത്തെ സ്പീഡിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടുത്തെ സ്പീഡ് കൂടുതലാണെങ്കിൽ റേഡിയസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ റേഡിയസ് കൂടുതലാണ്. ഇനി വീണ്ടും ഇവിടുന്ന് പുറത്തിറങ്ങി ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്തു. അപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങിയ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ഇങ്ങോട്ട് കയറി. അപ്പൊ ഇവിടെ കുറച്ചും കൂടി വലിയ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്ത് ആയിരിക്കും അല്ലെ. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതിങ്ങനെ ഈ സർക്കുലർ മോഷൻ പൊളാരിറ്റി മാറുന്നു, ആക്സിലറേറ്റ് ചെയ്യുന്നു, പൊളാരിറ്റി മാറുന്നു, ആക്സിലറേറ്റ് ചെയ്യുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വെച്ചാൽ ഇപ്പൊ റേഡിയസ് ഓഫ്, ഞാൻ വരച്ചത് അത്ര ക്ലിയർ അല്ല, എന്നാലും ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ സർക്കുലർ പാത്തിന്റെ അയോണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സർക്കുലർ മോഷന്റെ റേഡിയസ് ഈ ഡീസ് ഉണ്ടല്ലോ, ആ ഡീസിന്റെ റേഡിയസിന് ഈക്വൽ ആകുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ഡിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. ഡിഫ്ലക്ടർ എന്ന് വെച്ചാൽ ഇതിനെ ഇവിടെ ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം. ആ ഡിഫ്ലക്ടർ ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഏത് ഭാഗത്തോട്ടാണോ അഥവാ ടാർഗറ്റിലോട്ട് നമ്മളതിനെ പറഞ്ഞേക്കും. ടാർഗറ്റിലോട്ട്
അല്ലെ? സ്പീഡ് കൂടി 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 വന്നു അല്ലെ? അപ്പൊ ഇതിന്റെ റേഡിയസ്, ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് സൈക്ലോട്രോണിന്റെ റേഡിയസ് ഈക്വൽ ആകുന്ന സമയത്ത് അത് ഇവിടുന്ന് പുറത്തോട്ട് വരും. ഇങ്ങനെയാണ് നമ്മളൊരു സൈക്ലോട്രോൺ ഉപയോഗിച്ചിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഈ സൈക്ലോട്രോണില് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ സ്പീഡ് കൂടുന്നത് എവിടെ വെച്ചിട്ടാണ്? യെസ്, ബിറ്റ്വീൻ ദ ഡീസ്. ഈ ഡീസിന് ഇടയിൽ വെച്ചിട്ടാണ് സ്പീഡ് കൂടുന്നത്. ഇവിടെ വെച്ചിട്ടും ഇവിടെ വെച്ചിട്ടൊന്നും സ്പീഡിൽ ചേഞ്ച് ഇല്ല. സ്പീഡ് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ മാഗ്നറ്റിക് ഫോഴ്സിനെ കൊണ്ട് സാധിക്കില്ല. അതിന് ഇലക്ട്രിക് ഫോഴ്സ് വേണം. ഇലക്ട്രിക് ഫോഴ്സ് വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വേണം. ഇലക്ട്രിക് ഫീൽഡ് എവിടെയുള്ളത്? ഇൻ ബിറ്റ്വീൻ ദ ഡീസ്. ഇൻസൈഡ് ഡീസ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സോ ഇതാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പൊ നിങ്ങൾ ഇനി കൺസ്ട്രക്ഷന്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഞാൻ ഇവിടെ എന്ത് കാണിക്കാം, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഷോർട്ട് നോട്ടായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എഴുതിയെടുക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഞാനിത് ഇങ്ങനെ വായിച്ചു തരാം. ഓക്കെ, വർക്കിംഗ് എങ്ങനെയാണ് നോക്കൂ. വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾ, പോസിറ്റീവ് ക്യൂ ചാർജ് ആണ്. വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾ is released from the source, it will be accelerated towards d2. കാരണം എന്താ? d2 is negative. As soon as the particle enters d2 പാർട്ടിക്കിൾ എൻ്റർ ചെയ്ത ഉടനെ ഈ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് d2, ഇലക്ട്രിക് ഫീൽഡ് ഈ വെക്ടർ ആണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് d2 becomes 0. കാരണം അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡിലെ ക്യാവിറ്റി ആണ്. No further increase in speed and the particle will follow a circular path due to the perpendicular magnetic field. Electric field ഇല്ലാത്തതുകൊണ്ട് further increase ഇല്ല സ്പീഡിൽ. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ സ്പീഡ് കൂടുള്ളൂ. ഓക്കെ, അതാണ് എഴുതിയിട്ടുള്ളത്. No further increase in speed and the particle will follow a circular path due to the perpendicular magnetic field. As the particle comes out from D2 ൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ the polarity of these switches, ആ ഡീസിന്റെ പൊളാരിറ്റി എന്ത് ചെയ്യും? സ്വിച്ച് ചെയ്യും. എങ്ങനെയാവും? D1 എന്താകും? നെഗറ്റീവ്. ഓക്കെ, D1 നെഗറ്റീവ് ആൻഡ് D2 എന്താകും? D2 പോസിറ്റീവ്. പൊളാരിറ്റി മാറി, നേരത്തെ തിരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഹെൻസ് പ്ലസ് Q ആക്സിലറേറ്റ്സ് ടുവേർഡ്സ് D1. പ്ലസ് Q പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യും, D1 ലോട്ട് ആക്സിലറേറ്റ് ചെയ്യും, ബിക്കോസ് D1 is നെഗറ്റീവ്. As it enters D1, electric field എന്താകും? 0 ആകും, E equal to 0, and the particle will follow a circular path of greater radius. എന്താ കാരണം? R equal to mv/qb ആണ്. V കൂടുമ്പോൾ R കൂടും. Due to the perpendicular magnetic field. ഇനി നിങ്ങൾ ഈ സംഭവം ലാസ്റ്റ് എഴുതിയേക്കുക. This will continue till the radius of circular path becomes equal to radius of dish. Okay, ഇതുവരെ നിങ്ങൾ എഴുതി വെക്കണം. ലാസ്റ്റ് this will continue till the radius of circular path becomes equal to the radius of dish. Radius of circular path ഡിസിന്റെ റേഡിയസിന് ഈക്വൽ ആകുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. വേണമെങ്കിൽ അതിന്റെ താഴെ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. the speed of plus q, എന്നുവെച്ചാൽ the particle, speed of the particle increases only when it is in between the d's. ഡീസിനിടയിലാകുമ്പോൾ മാത്രമാണ് അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇക്വേഷൻസ് എഴുതണം. ആ ഇക്വേഷൻസ് എന്ന് വെച്ചാൽ ഈ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് എന്ന് വെച്ചാൽ ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിന്റെ റേഡിയസ് ഓഫ് ഡീസ് എന്താണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിക്ക് പുറത്തെത്തിക്കണം എന്നുണ്ടെങ്കിൽ ഡീസിന് എത്ര റേഡിയസ് വേണം, അല്ലെങ്കിൽ പാർട്ടിക്കിളിന് എത്ര പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സർക്കുലർ മോഷന്റെ മാക്സിമം റേഡിയസ് എത്രയായിരിക്കണം. പിന്നെ ഇതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സൈക്ലോട്രോൺ ഫ്രീക്വൻസി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഈ ചാർജ് ഒരു പാർട്ടിക്കിൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് എത്ര സ്പീഡിലായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവുക?
എത്ര എത്തിയിട്ടുണ്ടാവും അതിന്റെ റേഡിയസ്, എത്രയായിരിക്കും അതിന്റെ കൈനറ്റിക് എനർജി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സോ നോക്കുക, ഫൈനൽ സ്പീഡ് ആൻഡ് കൈനറ്റിക് എനർജി. ഫൈനൽ സ്പീഡ് ആൻഡ് കൈനറ്റിക് എനർജി ശ്രദ്ധിക്കും. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, ആ ചാർജ്ഡ് പാർട്ടിക്കിള് ആ സൈക്ലോട്രോണിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് ഡീസിന്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. when the charged particle exit out from the cyclotron, radius of circular path equal to radius of these. ആ പോയിന്റ് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഞാൻ റേഡിയസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, R is equal to mv divided by qb. mv എന്ന് വെച്ചാൽ മൊമെന്റം, p by qb. മൊമെന്റത്തെ നമുക്ക് റൂട്ട് ഓഫ് 2m into kinetic energy divided by qb equal to root of 2m എന്ന് വെച്ചാൽ qv divided by qb. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് മാറ്റി, നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് ഇക്വേഷൻ ഉണ്ടാക്കി, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു q ക്യാൻസൽ ആകും, ഇവിടെ ഒരു b സ്ക്വയർ ഉണ്ടാകും, ഇവിടെ q സ്ക്വയർ ആകും, ഒരു q ഇവിടെ ഉണ്ട്, അപ്പൊ അത് ക്യാൻസൽ ആകും. v എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞാൽ നല്ലത്, നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതാണ് റേഡിയസ് ഓഫ് ഡീസ്. റേഡിയസ് നല്ല എഴുതിയത് നോക്കിക്കോളൂ, റേഡിയസ് ഓഫ് ഡീസ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നോക്കേണ്ടത് എന്തായിരിക്കും ഇത് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി അറിയണമെന്നുണ്ടെങ്കിൽ, വെലോസിറ്റി അറിയണമെങ്കിൽ, ഇതൊക്കെ നമ്മൾ ആ സർക്കുലർ മോഷൻ ഉണ്ടല്ലോ, ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡോട് പെർപെൻഡിക്കുലർ ആയിട്ട് എന്റർ ചെയ്യുമ്പോൾ അത് സർക്കുലർ പാത്തിലായിരിക്കും മൂവ് ചെയ്യുക. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വെലോസിറ്റിയും കൈനറ്റിക് എനർജിയും ഒക്കെ സെയിം ഇക്വേഷൻ ഇവിടെ വരാം. ഇതിന് വെലോസിറ്റി എന്താ നമുക്ക് എഴുതാൻ പറ്റുമോ? QBR divided by m. QBR divided by m. So kinetic energy is equal to E ഞാൻ എടുക്കുന്നുള്ളൂ. kinetic energy is equal to half m b square ചെയ്താൽ എന്താ കിട്ടുക? Q square b square r square divided by 2m. So ഇതായിരിക്കും അത് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിലുണ്ടാകുന്ന കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ചാർജിനുണ്ട്, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ ഇതിൽ നോക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഈ സൈക്ലോട്രോണില് അത് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ, സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്പൈറൽ പാത്താണ്. യഥാർത്ഥത്തിൽ അതൊരു സ്പൈറൽ പാത്താണ്. സോ ആ ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ പൊളാരിറ്റി മാറണം. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഇവിടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യേണ്ടത്, അഥവാ ടൈം പീരീഡ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ടൈം പീരീഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിള് ഈ ഒരു ബി ഇന്റൻസിറ്റിയുള്ള മാഗ്നറ്റിക് ഫീൽഡിലെ Q ചാർജുള്ള M മാസുള്ള ഈ പാർട്ടിക്കിള് എത്ര ഫ്രീക്വൻസിയിലാണ് അവിടെ റിവോൾവ് ചെയ്യുന്നത്, അവിടെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത് എന്നറിയണം. അതറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്കിവിടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സപ്പോസ് ഇതിവിടെ ഒരു സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ 2 സെക്കൻഡ്, ഈ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അത് 2 സെക്കൻഡ് എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പൊളാരിറ്റി മാറാൻ എത്ര സമയം നമ്മൾ കൊടുക്കണം? എത്ര സമയം കൊണ്ട് ആ പൊളാരിറ്റി മാറ്റേണ്ടി വരും? ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് ഈ സർക്കുലർ പാത്തില് ഈ സൈക്ലോട്രോണില് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 സെക്കൻഡ് എടുക്കുന്നുണ്ട്.
ജസ്റ്റ് എക്സാമ്പിൾ പറയാൻ അത്ര സമയം ഒന്നും എടുക്കൂല, 2 സെക്കൻഡ് സമയം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പൊളാരിറ്റി മാറാൻ എത്ര സമയം എടുക്കണം? 1 സെക്കൻഡ് കൊണ്ട് പൊളാരിറ്റി മാറണം. കറക്റ്റ് 1 സെക്കൻഡ് ആകുമ്പോൾ പൊളാരിറ്റി മാറണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോഴാണ് ഒരു സൈക്കിൾ ആവുക. ഹാഫ് സൈക്കിൾ എത്തുമ്പോഴത്തിന് ഡീസിന്റെ പൊളാരിറ്റി മാറണം. എന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഡീസിന്റെ പൊളാരിറ്റി മാറണം. അഥവാ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആണെങ്കിൽ, അഥവാ ഒരു സൈക്കിളിന് 2 സെക്കൻഡ് സമയം എടുക്കുന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അത് ഇവിടെ എത്തും. അപ്പൊ ഇത് ഇവിടെ എത്തുന്ന സമയത്ത് പൊളാരിറ്റി മാറണം. അഥവാ നമുക്ക് ഇതിന്റെ ടൈം പീരീഡ് അറിഞ്ഞാല്, ഇതിന്റെ ഫ്രീക്വൻസി അറിഞ്ഞാല് അതിനനുസരിച്ച് നമുക്ക് ഈ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇനി എങ്ങനെയായിരിക്കണം അതിന്റെ ഫ്രീക്വൻസി എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി ഓഫ് എ സി എന്തായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം, എത്ര സെറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്ത സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് സർക്കുലർ മോഷന്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ച അതേ ഇക്വേഷൻ ആണ്. ഒന്നുമില്ല, ഇതിൽ നമ്മളിവിടെ എഴുതിയ കാര്യങ്ങളെല്ലാം അവിടെ വന്നത്. അതിന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷൻ മാത്രമേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് വരുന്നത്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് v/r ആണ്. ആറിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്തായിരുന്നു? mv ഡിവൈഡഡ് ബൈ qb. ഇതിന് v/r എന്താ വരിക? v/r is equal to qb ഡിവൈഡഡ് ബൈ m. സോ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π ഇൻറ്റു ഫ്രീക്വൻസി അല്ലേ? 2π nu is equal to qb divided by m, and from this the frequency nu is equal to 2π qb divided by 2π m. qb by 2π m, or time period is equal to 2π m divided by qb. ഓക്കെ, ഈ ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. സൈക്ലോട്രോൺ ഫ്രീക്വൻസി, സൈക്ലോട്രോൺ ഫ്രീക്വൻസി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒറ്റൊരു സംഭവമാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഒരൊറ്റ കണ്ടീഷനാണുള്ളത്. സൈക്ലോട്രോൺ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കണം ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി. ഫോർ ദ പ്രോപ്പർ വർക്കിംഗ് ഓഫ് സൈക്ലോട്രോൺ, ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ ഷുഡ് ബി ഈക്വൽ ടു ദ സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അഥവാ അവിടെ ഒരു റെസൊണൻസ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതിനെ നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയും. സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട് റെസൊണൻസ്. ഓക്കെ, സോ ഫോർ പ്രോപ്പർ വർക്കിംഗ് ഓഫ് സൈക്ലോട്രോൺ, ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് താഴെ ആഡ് ചെയ്യാം. ഫോർ ദ പ്രോപ്പർ വർക്കിംഗ് ഓഫ് സൈക്ലോട്രോൺ, the frequency of oscillator should be equal to the cyclotron frequency. This is called resonance condition, or this is the resonance condition in cyclotron. This is the resonance condition in cyclotron. Okay, നോക്കുക, ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ. ഒരു ലിമിറ്റേഷൻ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ, നമുക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ മാത്രമേ ഇത് ഉപയോഗിച്ചിട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ന്യൂട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കണം, ഒരു പർട്ടിക്കുലർ എനർജിയുള്ള ന്യൂട്രോൺസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സൈക്ലോട്രോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ന്യൂട്രോണെ പർട്ടിക്കുലർ വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടുമോ, പർട്ടിക്കുലർ എനർജി കിട്ടുമോ? ഇല്ല. ബിക്കോസ് സൈക്ലോട്രോൺ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സൈക്ലോട്രോണിനകത്ത് ഒരു പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിന് നിർബന്ധമായിട്ടും ചാർജ് വേണം. സോ ഒരു ലിമിറ്റേഷൻ എന്താണ്? അൺചാർജ്ഡ് പാർട്ടിക്കിൾസ്. നിങ്ങൾ എഴുതി വെച്ചോളാം, അൺചാർജ്ഡ് particles like neutrons cannot be accelerated using cyclotron. First limitation idekka, uncharged particles like neutrons cannot be accelerated using cyclotron. Second limitation nokka, second limitation വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ, ഇപ്പൊ ഇലക്ട്രോൺ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഇലക്ട്രോണിന്റെ വെലോസിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി, ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യം ഈ പോയിന്റ് എഴുതി വെക്കുക, അല്ലെ വേണ്ട? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ മാസ് എന്ന് പറയുന്നത് m0 ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഡിപെൻഡന്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി ഡിപെൻഡന്റ് ആണ് മാസ്. m is equal to m0 by 1 minus
m0 by root of 1 minus v square by c square. ഇത് നമ്മൾ വിളിക്കുന്നത് റെസ്റ്റ് മാസ്. ഇതെന്താണ്? മൂവിംഗ് മാസ് അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് മാസ് എന്നൊക്കെ പറയും. സോ ഇത് മൂവിംഗ് മാസ് ആണ്, ഇത് റെസ്റ്റ് മാസ് ആണ്. ഈ റെസ്റ്റ് മാസ് എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് അതിന്റെ മാസ് v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മാസാണ് m. ആ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ നോക്കൂ, ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, c എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, സാധാരണ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റിയോട് കമ്പയർ ചെയ്യാനും പോലും പറ്റാത്ത വെലോസിറ്റികളായിരിക്കും. വളരെ ചെറിയ വെലോസിറ്റിയിലാണ് ലൈറ്റിന്റെ വെലോസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു കാർ പോകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഒരു കാർ പോകുന്നത് വിചാരിക്കുക. 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് എന്ന് പറയുന്നതും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് എന്ന് പറയുമ്പോഴും ഈ റേഷ്യോ എന്തായിരിക്കും? നിയർലി 0 ആയിരിക്കും. ഇതൊരു കൺസിഡറബിൾ വാല്യൂ ആയിരിക്കില്ല. അപ്പൊ 1 മൈനസ് 0 1 ആയിരിക്കും. അപ്പൊ m = m0 ആയിരിക്കും. അപ്പൊ വെലോസിറ്റി വളരെ ചെറുതാണെങ്കിൽ ലൈറ്റിന്റെ വെലോസിറ്റിയോട് കമ്പയർ ചെയ്യുമ്പോൾ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആ ലൈറ്റിന്റെ വെലോസിറ്റി, അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വളരെ ചെറുതാണെങ്കിൽ അതിന്റെ മൂവിംഗ് മാസും റെസ്റ്റ് മാസും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. റിലേറ്റിവിസ്റ്റിക് മാസും റെസ്റ്റ് മാസും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ ഒരു പാർട്ടിക്കിളിന്റെ ലൈറ്റിന്റെ വെലോസിറ്റിയോട് കമ്പയറബിൾ ആയിട്ടുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ലൈറ്റിന്റെ വെലോസിറ്റിന്റെ പകുതി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ലൈറ്റിന്റെ വെലോസിറ്റിന്റെ പകുതി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ പകുതി വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ 1 മൈനസ് 1/2 ഇതെന്താകും? 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ ഇതൊരു കൺസിഡറബിൾ വാല്യൂ വരും, 1/2 വരും. അപ്പൊ √2 ടൈംസ് m √2 ടൈംസ് ഓഫ് റെസ്റ്റ് മാസ് ആകും. എന്ന് വെച്ചാൽ മാസ് മാറിയാൽ എന്താ പ്രശ്നം? നമുക്കറിയാം, ഈ സൈക്ലോട്രോൺ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈക്ലോട്രോണിൽ വെച്ചിട്ടുള്ള ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി സൈക്ലോട്രോൺ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കണം QB ഡിവൈഡഡ് ബൈ 2πm. ഇലക്ട്രോൺ ഉപയോഗിച്ചു വിചാരിക്കത്തില്ല. ഇലക്ട്രോൺ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോണിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടുകയാണ്. ഇലക്ട്രോൺ ലൈറ്റിന്റെ വെലോസിറ്റിയോട് കമ്പയറബിൾ ആയിട്ടുള്ള വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി അത്രത്തോളം വരും. സോ ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടുമ്പോ ഈ മാസ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഈ മാസ് ഇങ്ങനെ വാരി ചെയ്യുമ്പോൾ വാരിയേഷൻ എന്ന് വെച്ചാൽ ഒരു കൺസിഡറബിൾ വേരിയേഷൻ തന്നെ അവിടെ ഉണ്ടാകും. അങ്ങനെ മാസ് വാരി ചെയ്യുമ്പോൾ നിങ്ങൾ എന്തും വാരി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഈ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസിയും വാരി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്ന ഫ്രീക്വൻസി ആയിരിക്കില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്ന ഫ്രീക്വൻസി അതായിരിക്കില്ല ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്ന ഫ്രീക്വൻസി. ഈ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി നമ്മൾ ഇങ്ങനെ വാരി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രോൺസിനെ ഇതിൽ കൊണ്ടുപോയിട്ടാല് സൈക്ലോട്രോണിന് ആകെ കൺഫ്യൂഷൻ ആകും. നമ്മൾ ആ ഓസിലേറ്റർ ഫ്രീക്വൻസി നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ it is not practically possible. So our second point ningal ingane ezhudika, very small particles like electrons cannot be accelerated using cyclotron. Point ingane ezhudika, very small particles like electrons cannot be accelerated using cyclotron due to the relativistic mass variation. Relativistic mass variation. Very small particles like electrons cannot be accelerated using cyclotron. Electron പറയുമ്പോൾ ചാർജ്ഡ് ആണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? സൈക്ലോട്രോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ മാസ് വേരി ചെയ്യും, കാരണം അതിന്റെ വെലോസിറ്റി വളരെ കൂടുതലായതുകൊണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സൈക്ലോട്രോണിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. സൈക്ലോട്രോണിന്റെ എന്താണ് സൈക്ലോട്രോൺ, ഫോളോ ചെയ്യുന്ന 2 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതിന്റെ യൂസസ് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. 3 യൂസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ്, പിന്നെ അതിലെ ഫൈനൽ വെലോസിറ്റി, കൈനറ്റിക് എനർജി ആൻഡ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. ഇത്രയും കാര്യങ്ങളായിരിക്കണം നിങ്ങൾക്ക് സൈക്ലോട്രോണിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ.